എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഗ്രീൻ ചട്നി മല്ലി പുതിന എല്ലാം വെച്ചിട്ട് അരക്കുന്ന പച്ചയായിട്ട് അങ്ങനെ അരച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇഡ്ഡലി, ദോശ, സാൻഡ്വിച്ച്, ഈവൻ ചപ്പാത്തിക്കും കൂടി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതൊരു മിക്സി ജാർ എടുത്ത് വെച്ച് അതിലേക്ക് 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പുതിന ഇല 1 കൈപ്പിടി, അതേപോലെ 1 കൈപ്പിടി മല്ലിയില. നല്ലോണം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ, നല്ലോണം തന്നെ 1/2 ടീസ്പൂൺ നല്ലോണം തന്നെ എടുത്തിനെ. പിന്നെ 1 ലെമൺ പിഴിഞ്ഞിട്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം, അപ്പോൾ അതിൻ്റെ പുളിപ്പ് കറക്റ്റായിരിക്കും ഇത്ര ഇട്ട സാധനങ്ങൾക്ക്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊട്ടുകടലയ്ക്ക് പകരം തേങ്ങ ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, എല്ലാ സ്വാദും ക്രമീകരിക്കുക. ഇത് അത്യാവശ്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താളിക്കാം. ഞാനിത് താളിക്കുന്നൊന്നുമില്ല, വെറുതെ വേറൊരു ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇത്ര തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചപ്പാത്തിക്കെല്ലാം നല്ല കോമ്പിനേഷനാണ്. ബ്രെഡിൻ്റെ കൂടെ വെറുതെ തൊട്ട് കഴിക്കാനായാലും എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.